ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാര്യത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നികേഷ് ആ സത്യം മനസ്സിലാക്കുകയാണ്, തൻ്റെ അമ്മ മറ്റൊരു സ്ത്രീയാണെന്നുള്ളത്. അതറിഞ്ഞ വിഷമത്തിൽ നികേഷിന് വലിയ സങ്കടമാണ്. നികേഷിന് കരയുന്നുണ്ട്. സുഭാഷും ഹരീഷും എല്ലാവരും ചേർന്ന് നികേഷിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ കോളേജിലിട്ട് പോകുന്ന നികേഷ് വൈകുന്നേരമായിട്ട് തിരിച്ചെത്തത്തില്ല. നികേഷിനെ കാണാഞ്ഞിട്ട് നിധി ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം നിധി സുധീഷിനെ വിളിച്ച് പറയുന്നുണ്ട്, സുധീഷ്, നികേഷ് ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നികേഷ് ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ ഇന്നലത്തെ കഥ പറഞ്ഞ് നിർത്തിയത്. അതിൻ്റെ തുടർക്കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാവിലെ കോളേജിൽ പോകുന്ന നികേഷ് വൈകുന്നേരം കോളേജ് ടൈം കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് നികേഷിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം നിധി സുധീഷിനെ വിളിച്ച് പറയുന്നുണ്ട്, നികേഷ് ഇതുവരെ കോളേജിൽ നിന്ന് എത്തിയിട്ടില്ല, ഫോണും സ്വിച്ച് ഓഫ് ആണ്, നികേഷ് എവിടെ പോയെന്ന് അറിയത്തില്ല, സുധീഷ് എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കണേ, ബീച്ചിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയും. അങ്ങനെ നികേഷിനെ അന്വേഷിച്ച് സുധീഷ് ബീച്ചിലൊക്കെ വരും. ബീച്ചിൽ വരുന്ന സമയത്ത് നികേഷ് ഒറ്റയ്ക്ക് ഇങ്ങനെ ബീച്ചിൽ വിഷമിച്ചിരിക്കുകയാണ്. നികേഷിനെ കാണുന്നതും സുധീഷിനങ്ങ് വലിയ സന്തോഷവും മറ്റ് അപകടങ്ങളൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ആശ്വാസമാണ്. അതേസമയം തന്നെ ഓടി അങ്ങോട്ട് വരും. നീ എന്താണ് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? നിൻ്റെ കൂടെ ഏത് ഗേൾ ഫ്രണ്ടാണ് വന്നത്? ഗേൾ ഫ്രണ്ടോ? എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല. നീ എന്തിനാണോ കള്ളം പറയുന്നത്? എന്നെ കണ്ടപ്പോൾ നീ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒളിപ്പിച്ചാണോ എന്നൊക്കെ ചോദിക്കും. ഈ സുധീഷേട്ടൻ എന്തായി പറയുന്നത്? അപ്പോൾ ഇതൊക്കെ നികേഷിൻ്റെ മൂടൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്? പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാനും സുഭാഷ് ഏട്ടനും ഹരീഷും എല്ലാവരും വരത്തില്ലായിരുന്നു. നമുക്ക് കപ്പലിൻ്റെയൊക്കെ കുറിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടായോ എന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് സുധീഷ് ചോദിക്കും, നിൻ്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചതല്ല, സ്വിച്ച് ഓഫ് ആയതാന്ന് പറയും. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? കോളേജ് വിട്ട് നേരെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ആരുടെ പറയാതെ ബീച്ചിലൊക്കെ വന്നിരിക്കുമെന്ന് വെച്ചാൽ നിന്നെ കാണാൻ ഞങ്ങളെല്ലാവരും എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? അപ്പോഴത്തേക്ക് നികേഷൻ കരയാൻ തുടങ്ങി. അത് നോക്കേ, സുഭാഷ് ഏട്ടൻ ഇത്രയും നേരം വരെ എന്ത് വിഷമിച്ച് നിന്നേന്നറിയാമെന്ന് ചോദിക്കും. അപ്പോൾ സുഭാഷ് കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. അത് കാണുന്നതും നികേഷ് ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിക്കുക. സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട്, എന്താ മോനെ നീ കാണിച്ചത്? നീ ഞങ്ങളുടെ സ്വന്തം അനിയനല്ലേ? നിനക്ക് എന്താ ഇങ്ങനെ? നിന്നെ ഇതുവരെയെങ്കിലും ഞങ്ങൾ വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ? അമ്മമാർ രണ്ടാണെങ്കിലും നമ്മുടെ അച്ഛൻ ഒന്നല്ലേ? നീ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞനിയൻ തന്നെ, നിന്നെ കാണാതെ ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് നികേഷ് കെട്ടിപ്പിടിച്ച കാര്യം. അങ്ങനെ നികേഷിനെയും കൂട്ടിക്കൊണ്ട് സുഭാഷും സുധീഷും കൂടി നേരെ വീട്ടിലോട്ട് വരികയാണ്. വരുന്ന വഴിക്ക് അവർ ഹരീഷിനെ വിളിച്ച് പറയും, ഹരീഷ്, നികേഷ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇനി അവനെ അന്വേഷിക്കേണ്ടെന്ന് പറയും. ഹരീഷും നികേഷിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അതിനുശേഷം എല്ലാവരും കൂടി വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഹരീഷ് ചോദിക്കും, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആരോടും പറയാതെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ നീ എവിടെ പോരുന്നതെന്ന് ചോദിക്കും. അപ്പോഴേക്കും അത് ഹരീഷ് ഏട്ടാ എന്ന് പറഞ്ഞാൽ കരയും. വേണ്ട, ഇനി ഒന്നും പറയണ്ട, ഇനി മേലെ ഇതൊന്നും ആവർത്തിക്കരുത്, ഞങ്ങൾക്ക് ആർക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല, നീ ഞങ്ങളുടെ സ്വന്തം അനിയനെന്നൊക്കെ പറഞ്ഞ് ഹരീഷും അങ്ങ് സങ്കടം പറയും. ഉടനെ ഹരീഷും നികേഷും എല്ലാവരും വന്നങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം നിധി വന്നിട്ട് പറയും, എന്തിനാ നിധിയേട്ടത്തെ എന്നോട് ക്ഷമിക്കുമെന്ന് പറയും. എന്തിനാ നികേഷ് നീ ഇങ്ങനെ കാണിച്ചത്? നിന്നെ കാണാതെ എന്ത് വിഷമിച്ചെന്നറിയാമോ? നിനക്ക് ഇത്ര സ്നേഹമുള്ള 3 ചേട്ടന്മാരെ കിട്ടിയില്ലയോ? അത് തന്നെയല്ലേ നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിന്നെ കാണാതിരുന്നപ്പോൾ സുഭാഷേട്ടൻ എന്തുമാത്രം വിഷമിച്ചെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഇനി മേലെ ഇങ്ങോട്ട് ആവർത്തിക്കരുത്. സ്വന്തം രക്തബന്ധത്തിലുള്ള ഇല്ലെങ്കിലും കർമ്മം കൊണ്ടും എല്ലാവരും സഹോദരന്മാരാവാന്നൊക്കെ പറയും. ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ കൂട്ടായിരുന്നു നീ. അതുകൊണ്ട് നീ ഇനി മേലെ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ നിധി പറയും. ഇല്ല നിധിയേട്ടത്തി, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ലെന്നൊക്കെ പറയും. അതിനുശേഷം എല്ലാവരും കൂടി രാത്രി കിടന്നുറങ്ങും. ഉറങ്ങുന്ന സമയത്ത് സുഭാഷിനൊരു സമാധാനമില്ല. സുഭാഷ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നികേഷ് എഴുന്നേക്കും. എന്താ സുഭാഷ് ഏട്ടാ ഉറങ്ങുന്നില്ലേ? അത് ഞാൻ ഉറങ്ങിക്കോളാം, നീ കിടന്നോളാൻ പറയും. ഞാനിനി എങ്ങോട്ടും പോകത്തില്ല, സുഭാഷിനെ കിടന്നുറങ്ങിക്കോളാൻ പറയും. അപ്പോഴത്തേക്ക് നിധി വന്ന് നോക്കുമ്പം സുഭാഷ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ നിധിയുടെ വീട്ടിലെ അരുണും നിധിയായിട്ടുള്ള പഴയ നല്ല മെമ്മറീസൊക്കെ ഓർമ്മ വരും. അതിനുശേഷം രാവിലെ എല്ലാവരും കൂടി ഫുഡൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ നിൽക്കും. ആ സമയത്ത് എല്ലാവരും ഇറങ്ങുമ്പോൾ ചോദിക്കും, സുഭാഷ് ഏട്ടൊന്നും ജോലിക്ക് പോകുന്നില്ലേ? നിധി ചോദിക്കും. ഏയ്, ഞാനിന്ന് പോകുന്നില്ല, ഞാനിന്ന് ഇവിടെ നിൽക്കും, ഇവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ നിൽക്കാനാണ് എനിക്ക് തോന്നിയെന്ന് പറയും. അത് കുഴപ്പമില്ല സുഭാഷ് ഏട്ടൻ ജോലിക്ക് വയ്ക്കുമോ? എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. എന്നാലും വേണ്ട, ഇന്നൊരു ദിവസം ഞാനിവിടെ നിൽക്കാമെന്ന് പറയും. എനിക്ക് സുഭാഷ് ഏട്ടന് ഇഷ്ടം. അപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് അങ്ങോട്ട് വരികയാണ്. സുധീഷ് വന്നിട്ട് നിധിയെടുത്ത് പറയും, നിധി ബാ, നമ്മൾ കോളേജ് വരെ പോകാമെന്ന് പറയും. എന്താ സുധീഷ് അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിധിയും കൂട്ടിക്കൊണ്ട് സുധീഷ് കോളേജിലോട്ട് വരും. അപ്പോൾ തന്നെ നിധിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. നിധിക്ക് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയതും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആദ്യമായിട്ട് സുധീഷിനോട് നിധി ഒരു താങ്ക്സ് പറയുന്നുണ്ട്. അതിനുശേഷം പറയും, ചിലവുണ്ട് കേട്ടോ, ചിലവൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി തിരിച്ചു വരും. അപ്പോൾ സുധീഷിനോട് പറയും, സുധീഷേ നമുക്കൊന്ന് ബീച്ച് വരെ പോയാലോ? ബീച്ചിലോ? പിന്നെന്താ? അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറേ നേരം ബീച്ചിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം
തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് സുധീഷിനൊക്കെ പറയും നമുക്കെല്ലാവർക്കും കൂടി ട്രിപ്പ് പോകണമെന്ന് പറയും. ട്രിപ്പോ എങ്ങോട്ട്? അത് നികേഷിൻ്റെ ഇപ്പോഴത്തെ ഒരു മൂഡോട്ടൊക്കെ ഒന്ന് മാറണം, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു ട്രിപ്പ് പോകണം. അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും പോയിട്ടു. അതെന്താ താൻ വരാത്ത? ഓ ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും ഒന്ന് നികേഷിനെ ഒന്ന് മൂഡൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിലൊന്ന് ഫ്രഷായിട്ട് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും ഒരു ഔട്ടിങ്, നിങ്ങളങ്ങനെ പോത്തിയൊന്നുമില്ല ഔട്ടിങ്ങിനൊന്നും. ഓ ഞങ്ങൾ ആരാ ഔട്ടിങ്ങിനൊക്കെ പോകുന്നത്, അങ്ങനൊന്നും പോത്തിയൊന്നുമില്ല, ഇനിയിപ്പോൾ അതൊക്കെ മാറണം എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നെ കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലിരുന്ന് ഹരീഷും ചന്തും കൂടി ഇങ്ങനെ പണിയുന്ന സമയത്ത് നീതു അതുവഴി പോവും. നീതുവിനെ കാണുന്നതും ഹരീഷ് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കും. മുമ്പൊക്കെ നീതു ആയിരുന്നല്ലോ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹരീഷ് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് നീതുവിനെ കാണാൻ നീതു എന്താ പിന്നെയും എൻ്റെ അടുത്ത് ക്ഷമ പറയാൻ വന്നേ ആയിരിക്കും. അത് നീതു എന്നോട് നീ ക്ഷമിക്കണം, എനിക്ക് അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതാ, സോറി എന്നൊക്കെ പറയും. വേണ്ട, നിൻ്റെ ക്ഷമാപണമൊന്നും ഞാൻ സ്വീകരിക്കത്തില്ല. നിന്നുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ കാണാൻ എൻ്റെ വീട്ടുകാർ എതിർത്തിട്ട് പോലും വരുന്നത്. നീ എൻ്റെ അടുത്ത് നിൻ്റെ ചേട്ടനെ വിവാഹം കഴിക്കാൻ പറഞ്ഞില്ലേ, ഇത് നീയോട്ട് ഒരു ചങ്ങാത്തതിന് ഞാനില്ല, നീ എന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നീതു അങ്ങ് പിണങ്ങിപ്പോവും. ഇത് കാണുന്ന ചന്തു പറയും വല്ല കാര്യമുണ്ടോ ഹരീഷേട്ടാ? നീതുവിനാണെങ്കിൽ ഹരീഷേട്ടൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. ആ ഹരീഷേട്ടനാ നീതുവിനോട് ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണോ? സ്നേഹിക്കുന്ന പുരുഷൻ ചോദിക്കേണ്ട കാര്യമാണ് സ്വന്തം ചേട്ടനെ വിവാഹം കഴിക്കുമെന്ന്. കൊള്ളാം എന്തായാലും. ഇപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അവളെ പിണക്കം മാറുമായിരിക്കുമോ? ഇനി നീതു ഇങ്ങോട്ട് വരട്ടെ, അപ്പം ഹരീഷേട്ടൻ മിണ്ടിയാൽ മതി, അതായിരിക്കും നല്ലത്. അതിനുശേഷം വീട്ടിൽ വന്ന് നികേഷും അങ്ങനെ സുധീഷും നിധിയും കൂടി വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ഔട്ടിങ്ങിന് പോകുന്ന കാര്യമൊക്കെ അവർ പ്ലാൻ ചെയ്യും. അപ്പോൾ നികേഷിനൊക്കെ നല്ല ഹാപ്പി ആവും. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ വീടാണ്. നിധിയുടെ വീട്ടിൽ നിധിയുടെ അമ്മ ഹേമ വന്നിട്ട് രാജീവിൻ്റെ അടുത്ത് പറയും, എനിക്ക് എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്നങ്ങ് മൂഡ് അങ്ങ് ചേഞ്ച് ആവുന്നതാണൊക്കെ, നമുക്ക് പുറത്തു വന്ന് പോകാമെന്ന് പറയും എല്ലാവരുമായിട്ട്. എന്താ പെട്ടെന്ന് അത് എന്തോ ഒരു വീട്ടിലിരുന്നിട്ട് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല, നമുക്കെല്ലാവർക്കും കൂടി പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് പറയും. അതിനെന്താ പോകാമെന്ന് പറയും. അങ്ങനെ രാജീവൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുമല്ലോ. അങ്ങനെ അവരെല്ലാവരും ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്യും. അരുണും സാന്ദ്രയും മോളും രാജീവനും ഹേമയായിട്ടും. അങ്ങനെ അവരെല്ലാവരും പോകാൻ തീരുമാനിക്കും. ഇവിടെ കിളിക്കൂട്ടിലുള്ള എല്ലാവരും ഔട്ടിങ്ങിനായിട്ട് തീരുമാനിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടി പോകാനായിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ അവരെല്ലാവരും മൂന്നാറാണ് ട്രിപ്പ് പോകുന്നത്. അങ്ങനെ മൂന്നാർ ട്രിപ്പ് പോകുന്ന സമയത്ത് അവിടെ റൂമൊക്കെ എടുക്കും. റൂമൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും ആധാറൊക്കെ ചോദിക്കും. ആ സമയത്ത് നിധിക്ക് മാത്രം ആധാറില്ലല്ലോ. അപ്പോഴത്തേക്ക് നിധി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് സുധീഷിൻ്റെ കൈ നിധിയുടെ ആധാറിൻ്റെ കോപ്പിയുണ്ട്, അത് കാണിക്കും. അങ്ങനെ റൂമൊക്കെ എടുക്കും. അങ്ങനെ അവരിനി നികേഷിൻ്റെ മൂടോട്ടൊക്കെ മാറാനായിട്ട് ഒരു ഔട്ടിങ്ങിന് കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ ഔട്ടിങ്ങിനൊക്കെ പോകുന്നിടത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നികേഷുമായിട്ട് എല്ലാവരും ടൂറൊക്കെ പോകും. അവിടെ തന്നെ രാജീവും ഫാമിലിയൊക്കെ വരും. ഇനി അവർ തമ്മിൽ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.